ഗൈസ് ഇതുപോലെ ഇരുന്ന ഞാൻ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതായത് എൻ്റെ ടാനൊക്കെ പോയി ഫുൾ ഞാൻ വെളുത്തിട്ട് പാറി ഫുൾ ഗ്ലോ ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ പോലെ ഗ്ലോ വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതി. ഇത് എത്ര നാളത്തെ ടാനാന്ന് അറിയാം എൻ്റെ കയ്യിൽ. ഇപ്പോൾ കണ്ടോ, ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഫുൾ ടാൻ മായ്ച്ചടയാൻ പോകുന്നത്. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സോപ്പിട്ട് തേച്ചിടുമ്പോൾ ഓ മൈ ഗോഡ്, നോക്ക് എൻ്റെ ടാനൊക്കെ പോയി കണ്ടോ. അപ്പം ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തിട്ട് പാറെന്നൊക്കെ പറയുന്ന ഇതുപോലത്തെ പ്രൊമോഷൻസോ വീഡിയോസോ നിങ്ങൾ കാണുവാണെങ്കിൽ അതിൻ്റെ താഴെ പോയി ലിങ്കും ചോദിച്ച് ആ പ്രോഡക്റ്റ്സ് ദയവ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കരുത്. നിങ്ങളുടെ പൈസ വെറുതെ കൊണ്ട് കളയും. സോ ടുഡേ in the brown girl community, as a brown girl, we are going to have a brown girl to a brown girl conversation. Okay, so ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചിരിക്കും. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ ഒരു കറക്റ്റ് ടൈം ചെയ്യാൻ, ബിക്കോസ് ഓൾറെഡി കുറേ കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്നുണ്ട്. എനിക്ക് അതിലൊന്നും ഇൻവോൾവ് ആകാൻ താല്പര്യമില്ല. പക്ഷേ ചില കാര്യങ്ങൾ സംസാരിക്കണം എന്നെനിക്ക് കുറച്ച് നിർബന്ധമുണ്ടായിരുന്നു. ബിക്കോസ് ഇതുപോലെ ഞാനും കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും വെറുതെ പോയി ഈ മണ്ടത്തരം കാണിക്കണ്ട എന്നുള്ളൊരു സ്നേഹം കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കറുത്തതാണെങ്കിലും നല്ലത്, വെളുത്തതാണെങ്കിലും നല്ലത്, സ്കിൻ ടോണിനെ വെച്ച് നമ്മൾ ഭംഗി അളക്കുന്നതിൻ്റെ ഒരർത്ഥമുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഭംഗി എന്നൊരു സാധനം, ഇപ്പം എനിക്ക് ഒരാളെ കാണും നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ വേറൊരാൾ അതേ ആളെ കാണുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ പല സമയത്ത് ഞാൻ ഇന്ന് തന്നെ വിചാരിക്കും എന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പക്ഷേ ഇന്ന് എന്നെ കാണാൻ ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്. ഇന്ന് പല സൈഡിൽ നിന്ന് ഇപ്പം കാണാൻ നിങ്ങളായാലും ചിലർ വിചാരിക്കും എന്നെ കാണാൻ കൊള്ളാം, ചിലർ വിചാരിക്കും ഇവിടെ കാണാൻ കൊള്ളത്തില്ല എന്ന് വിചാരിക്കും. ഇറ്റ്സ് പെർസ്പെക്റ്റീവ്. ആൻഡ് ഈ പേഴ്സ്പെക്റ്റീവ് ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരു എന്താ പറയുക ഒരു കണ്ടീഷനിങ്ങിൻ്റെ അകത്തുള്ള ഒരാളാണ്. സോഷ്യൽ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ നമ്മൾ റിലീജിയസ് സാധനങ്ങൾ എടുക്കുക. ഇപ്പം അതുപോലും എന്ന് പറയുമ്പോൾ ഐ എം സാഡ്. ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആൾ. അപ്പം നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ കന്യകമറിയാം, യേശു ക്രിസ്തു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഒരു ബ്രൗൺ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. പക്ഷേ യൂറോപ്യൻസ് അവരെ പെയിൻറ്റ് ചെയ്ത് നമ്മുടെ ഒരു രൂപം പെയിൻറ്റ് ചെയ്ത് നമ്മൾ കാണുമ്പം അവർ നല്ല വെളുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതായി നമ്മുടെ സ്റ്റാൻഡേർഡ്. പക്ഷെ ഒറിജിനലി കന്യാമറിയാവും യേശു ക്രിസ്തുവും ആർ ബ്രൗൺ സ്കിൻ പീപ്പിൾ. പക്ഷെ അത് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. കറുത്ത കൃഷ്ണൻ എന്ന് പറയും, പക്ഷേ സീരിയലൊക്കെ കാണുമ്പോൾ കൃഷ്ണൻ നല്ല വെളുത്ത് പാറി ഓടക്കുള്ളം പിടിച്ച് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നത്. പക്ഷെ കൃഷ്ണൻ കറുത്തതാ, അല്ലെങ്കിൽ നീലയാ. ആ കൃഷ്ണൻ എങ്ങനെ വെളുത്തത്? അപ്പം എല്ലാം നമ്മളൊരു സോഷ്യൽ കണ്ടീഷനിങ് വെച്ചിട്ടാണ് റിലീജിയസ് കാര്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ ആഡ്സ്, പ്രൊമോഷൻസ് ഇതൊക്കെ നടക്കുന്നത്. അതും വെളുക്കുന്നൊരു സ്കിൻ ബ്രൈറ്റനിങ് അല്ലെ സ്കിൻ ഇപ്പം ഗ്ലോയിങ് ആണല്ലോ പറയുന്നത് ഈ വൈറ്റനിങ്ങിന്. കാരണം കറക്റ്റായിട്ട് വൈറ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ലാഷ് കിട്ടുന്നുണ്ട്. ഗ്ലോയിങ്, ഞാൻ ഇങ്ങനെ അങ്ങ് ഗ്ലോ ആയി, എൻ്റെ ടാൻ റിമൂവ് ആയി എന്നൊക്കെയാണ് പറയുന്നത്. സോ ഈ ഗ്ലോ എന്ന വാക്കിന് തന്നെ അതേ ചേഞ്ച് ദ നറേറ്റീവ് അങ്ങനെ. അപ്പോൾ ഈ വെളുത്ത് തുടുത്ത് ആകണം എന്നൊരു ഒബ്സഷൻ കൊച്ചിലെ മുതലേ എനിക്കുണ്ടായിരുന്നു. എനിക്കൊന്ന് 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുമ്പം ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കമ്പനി പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പണി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഗാർണിയറിൻ്റെ ഒരു മഞ്ഞ കുപ്പിയുണ്ട്, മറ്റേ ലെമൺ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞ സാധനം. 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ അമ്മയായിട്ട് അടി ഉണ്ടാക്കി ബഹളം വെച്ച് ഈ സാധനം വാങ്ങിച്ചിട്ട് എൻ്റെ കർത്താവ് ഇത് തേച്ച് മുഖം പൊള്ളുന്നു. തേക്കുമ്പോൾ എൻ്റെ മുഖം പൊള്ളുമായിരുന്നു. അപ്പം ഞാൻ വെച്ച് നല്ലതാണ്, ഇത് വർക്കാവുന്നുണ്ടെന്ന് വിചാരിച്ച് ഇത് വെച്ചു. എന്നിട്ട് മൂക്കിൻ്റെ ഇവിടെ ഇത്രയും ഭാഗം വെള്ള പാണ്ടെന്ന് വെച്ചാൽ പാണ്ട് പിടിച്ച പോലെ വർഷങ്ങൾ കൊണ്ട് നടന്നു. ഏറ്റവും വൃത്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെയിലത്തുനിന്ന് ഇറങ്ങി ഞാൻ ബാക്കി ടാൻ ആവുമല്ലോ, മുഖം ഒന്ന് ടാൻ ആകുമ്പോഴത്തേക്ക് ഇവിടെ മാത്രം ഭയങ്കര പാണ്ട് പിടിച്ച പോലെ ഇരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ ഡാൽമേഷ്യൻ പട്ടിയെ പോലെ പോയി ക്ലാസ് ഇരിക്കും. പിന്നെ കൂടുതൽ കളിയാക്കൽ കിട്ടും. പിന്നെ അത് വേറൊരു ഡ്രാമയാവും, മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഓരോ രീതിയിൽ നമ്മളെ കണ്ടീഷനിങ് മാറി പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മനുഷ്യരുടെ കാര്യം മാത്രമല്ല. എനിക്കൊരു പട്ടിയുണ്ട്. എൻ്റെ കൊച്ചൻ്റെ പേര് ടെഡീന, ഫുൾ ബ്ലാക്ക് ഒരു ഡോഗാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിനൊരു ഫുൾ ബ്ലാക്ക് അവൻ്റെ ഒരു ലാബ് പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ പട്ടിയെ കൊണ്ട് ഇങ്ങനെ നടത്തിക്കാൻ പോകുന്ന സമയത്ത് വഴിയിലുള്ളൊരു ചേട്ടൻ, കറുത്ത പട്ടിയോ, ഇതിനെ കണ്ട് എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ തോന്നും? ഇതിനൊക്കെ സ്നേഹിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? വെളുത്ത പട്ടിയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു സ്നേഹമോ ഒരു ലാളിത്യമോ ഒരു ക്യൂട്ട്നെസ്സോ ഒക്കെ തോന്നിയതിനെന്ന് ആ ചേട്ടൻ പട്ടിയോട് പറയുക. അപ്പം ഞാനിങ്ങനെ പട്ടിയെ പോലും വെറുതെ വിടത്തില്ലേ, ഇതെന്തൊരു കഷ്ടമാണ്. മനസ്സിലായോ? കറുത്ത പട്ടിയാകുമ്പോൾ സ്നേഹിക്കാൻ തോന്നത്തില്ല. നല്ല വെളുത്ത് തുടുത്ത പട്ടിയായിരുന്നെങ്കിൽ
അയാൾക്കങ്ങ് സ്നേഹിക്കായിരുന്നു എന്നുള്ള രീതിയിലുള്ള ആ തോട്ട് പട്ടിയെ പോലും വെറുതെ വിടത്തില്ല, മനസ്സിലായോ? ആൻഡ് എസ്പെഷ്യലി വിമൻ, നമ്മളെപ്പോലെ പെണ്ണുങ്ങൾക്ക് അത് കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ടി വിയിലൊക്കെ ആണെങ്കിലും ധനുഷ്, വിജയ് അല്ലെങ്കിൽ അങ്ങനത്തെ നടന്മാരൊക്കെ ഇസ് ഡാർക്ക് സ്കിൻ അല്ലേ? അപ്പം അവരെ പോർട്രേ ചെയ്യുമ്പോഴും അവരുടെ നായകന്മാരും ഇസ് വെരി ഫെയർ. അത് നായകന്മാർക്ക് ഒരു ഒറിജിനാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ നടന്മാർക്ക് മാത്രം ഒറിജിനാലിറ്റി കൊടുത്തുകൊണ്ട് ആണ് ഈവൻ നമ്മുടെ ഇൻഡസ്ട്രി, മലയാളം ഉൾപ്പെടെ എല്ലാ ഇൻഡസ്ട്രീസും അങ്ങനെ തന്നെയാണ് വുമനെ പോർട്രേ ചെയ്യുന്നത്. അപ്പം എങ്ങനെ നമുക്ക് ഇൻസെക്യൂരിറ്റി വരാതിരിക്കും? ഇൻസെക്യൂരിറ്റി ഒബ്വിയസ്ലി നമുക്ക് വരും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. ഈ സ്കിൻ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുക. ഈ ടാൻ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പം ഞാൻ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ കണ്ടോ, ഇതൊരു കളറാണ്, ഇവിടെ ഇത് വേറെ കളറാണ്, ഇതായിരിക്കും എൻ്റെ ഒറിജിനൽ സ്കിൻ, ഇത് ടാൻ ആയതാണ്. ഞാൻ വെയിൽ കൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്കൂട്ടർ ഞാനും ഉണ്ട്, ഞങ്ങൾ നാളെ മുഴുവൻ ചുറ്റി ഞങ്ങൾ പോകുന്നത്. അപ്പം വെയിൽ കൊള്ളും, ഞാൻ ഗ്ലവ്സോ അങ്ങനെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. വെയിൽ കൊണ്ട് കറുത്ത് കരുവാളിച്ച് തന്നെയാണ് എൻ്റെ കൈയും കാലും മുഖവും കഴുത്തിന് ഇവിടെ വരെ ഇരിക്കുന്നത്. ആൻഡ് അത് ഭയങ്കര വലിയ പ്രശ്നമാണ്. ഞാൻ എൻ്റെ കൈ വെളുപ്പിക്കാനോ ഒരു പരിപാടിയും നോക്കിയിട്ടില്ല. മുഖത്ത് ഞാൻ സ്കിൻ കെയർ ചെയ്യും, കാരണം ഭയങ്കരമായിട്ട് സ്കിൻ ഡാമേജ് വരുമ്പോൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ഡള്ളായിട്ടിരിക്കും, അവരൊക്കെ പ്രശ്നമാക്കാറുണ്ട്. അപ്പം ക്ഷീണിച്ചിരിക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ മുഖത്ത് സ്കിൻ കെയർ ചെയ്യും. ദേഹത്ത് അതിൻ്റെ പകുതി പോലും ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് ഞാൻ വർഷങ്ങളായിട്ടുള്ള ടാൻ എൻ്റെ ദേഹത്തുണ്ട്. അതിനൊരു സ്റ്റബേൺ ടാൻ, ഇതിന് പോകാൻ നാളുകളെടുക്കും. അപ്പം ഈ ആഡ്സിൻ്റെ അകത്ത്, ഈ പ്രൊമോഷൻസിൻ്റെ അകത്തൊക്കെ എനിക്ക് ചിരി എഴുതുന്നത് പറയുമ്പോൾ ഇവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷങ്ങൾ കൊണ്ടുള്ള സ്റ്റബേൺ ടാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് വെച്ച് സോപ്പ്, കുറേ സോപ്പ് ഉണ്ടെങ്കിൽ എന്ത് സാധനം ഒന്ന് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പോകുന്ന നോട്ട് പോസിബിളേ അല്ല. പിന്നെ നമ്മുടെ ഗ്ലൂട്ടത്തിയോൺ, ഇപ്പം ഗ്ലൂട്ടത്തിയോണാണ് ട്രെൻഡ്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഗ്ലൂട്ടത്തിയോൺ ടാബ്ലറ്റ്സ് വെള്ളത്തിൽ കലക്കി കുടിച്ച് എന്താവും എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു സജഷൻ, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത എഡിബിൾസോ മരുന്നോ ഒന്നും നിങ്ങൾ ദയവ് ചെയ്ത് കഴിക്കരുത്. ഇതിൻ്റെ റിയാക്ഷൻസോ കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് എടുക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാല് പിടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഗ്ലൂട്ടത്തിയോൺ കഴിക്കണം, ആ ഒരു ഗ്ലോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ പോയി കാണൂ. ഡോക്ടറിനെ പോയി കണ്ടാലും ഡോക്ടർ ഞാൻ പറയുന്ന സെയിം സാധനമായിരിക്കും പറയുന്നത്. ബിക്കോസ് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ ഇപ്പോൾ കണ്ടപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഗ്ലൂട്ടത്തിയോൺ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ ഗ്ലൂട്ടത്തിയോൺ എന്താ? ഗ്ലൂട്ടത്തിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എൻ വെരി സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻറ്റ്. ഈ ഗ്ലൂട്ടത്തിയോൺ എന്ന് പറയുന്ന പോലെ തന്നെ വൈറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻറ്റാണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇത്രയും നാളെ നമ്മുടെ സ്കിന്ന് വെയിലത്ത് എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും, യു വി റേസ് കാരണം. ഇപ്പോൾ ഓസോൺ ലെയർ ഡാമേജ് ആവുന്നതനുസരിച്ച് പിന്നെ ഹാർഷ് യു വി റേസ് വന്നുകൊണ്ടിരിക്കും, പിന്നെ നമ്മൾ ഡാമേജ് ആവും. ഈ ആൻറ്റി ഓക്സിഡൻ്റാണ് നമ്മുടെ ഈ ഡാമേജ് ആയ സ്കിന്നിനെ റിവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഹീൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ആ ടാൻ, വർഷങ്ങളായിട്ടുള്ള ടാൻ പോവുമായിരിക്കാം. പക്ഷേ ഈ ഗ്ലൂട്ടത്തിയോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾ ഇന്ന് ഞാൻ ഗ്ലൂട്ടത്തിയോൺ കഴിച്ച 2 ദിവസത്തിനുള്ളിൽ ഞാനങ്ങ് മൈ ഗാഡ് തമ്മനെ പോലെ അതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഗ്ലൂട്ടത്തിയോൺ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, ഈ ടാബ്ലറ്റ് ആണെങ്കിലും ഒരു 3-4 മാസം അല്ലെങ്കിൽ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി കഴിച്ചാൽ മാത്രമേ ഒരു റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് വെരി 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 എക്സ്പെൻസീവ്. ഞാനിത് കഴിച്ചിട്ടില്ല, കഴിക്കുമോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് വെളുക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റേ അല്ല. വെളുക്കും എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പറ്റിക്കുവാണ്. ദേ ആർ ഫൂളിങ് യു. അതാണ് എൻ്റെ ബേസ് ലൈൻ. നമുക്ക് ഒരിക്കലും നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ, നമ്മുടെ ബേസ് സ്കിൻ ടോൺ ഉണ്ട്. അതിപ്പം എന്നെക്കാളും ഡാർക്കായിട്ടുള്ള ആൾക്കാരുണ്ട്, എന്നെക്കാളും ലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എല്ലാം നോർമലാണ്. വി ആർ കളേർഡ് പീപ്പിൾ, വി കം ഇൻ ഓൾ ടൈപ്സ് ഓഫ് കളേഴ്സ്. മൈക്കിൾ ജാക്സൺ പറഞ്ഞല്ലോ, വി ആർ കോൾഡ് കളേർഡ് പീപ്പിൾ ബിക്കോസ് വി കം ഇൻ ഓൾ ടൈപ്സ് ഓഫ് കളേഴ്സ്. ആൻഡ് അത് നോർമലാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഗ്ലൂട്ടത്തിയോൺ അല്ലെങ്കിൽ ഇപ്പം മെയിനായിട്ട് എനിക്ക് പറയാനുള്ള വേറെ സാധനം, കുറേ ബ്രിട്ടീഷ് ക്രീം അല്ലെങ്കിൽ മറ്റേ ചെറിയ ഡബ്ബയിൽ നാട്ടിൽ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് എന്തൊക്കെയോ സാധനങ്ങൾ വെളുത്തു എന്നൊക്കെ പറഞ്ഞ് തേച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നോ, പ്രൊഡക്റ്റ് എന്തോ ഇതിൻ്റെ അത് യൂസ് ചെയ്തതെന്നോ, അതിൻ്റെ സോഴ്സിങ് എങ്ങനെയാണെന്നോ, ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നോ, ഇതൊരു ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും അറിയാതെ നമ്മളൊരു സാധനം സ്കിൻ കെയർ എസ്പെഷ്യലി വാങ്ങിക്കാൻ പാടില്ല ഉണ്ണികളെ. ബിക്കോസ് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സ്റ്റെറോയിഡ്സ്, ഹൈഡ്രോക്വിനോൺ ഇപ്പോൾ ഈ ഗ്ലൂട്ടത്തിയോൺ ഉൾപ്പെടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിക്കേണ്ടതോ ഉപയോഗിക്കേണ്ടതോ ആയ പ്രൊഡക്ട്സ് ആയിരിക്കാം. അപ്പോൾ ഈ സാധനം നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ 3-4-5 മാസം എടുത്ത് തേച്ച് കഴിഞ്ഞാൽ
നമ്മുടെ സ്കിന്നിന് ഇറിവേഴ്സിബിൾ ഡാമേജ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ഡാമേജ് പിന്നെ നിങ്ങൾ ഡോക്ടർ പോയിട്ട് ദൈവത്തിന് പോയി നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് അത്രയ്ക്ക് ഡാമേജ് ആയി കഴിഞ്ഞ് ഇത് റിവേഴ്സ് ചെയ്യാൻ പാടില്ല. കാരണം ചില പ്രൊഡക്ട്സ് ഒക്കെ 2 ആഴ്ച 3 ആഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞ് പിന്നെ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ ഈ 8-9 വർഷം പഠിച്ച MBBSും MDയും ഒക്കെ സ്പെഷ്യലൈസേഷനൊക്കെ എടുത്ത ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരും. നമ്മൾ പഠിക്കാത്തിടത്തോളം കാലം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ഓൺലി മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചില ട്യൂബിലൊക്കെ എഴുതി കാണത്തില്ലേ. എന്തുകൊണ്ടത് പറയുന്നത്? ഡോക്ടേഴ്സ് അതിനാണ് പഠിക്കുന്നത്. അതിന് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മുടെ ബോഡി സ്കിൻ എൻ്റെ ഒരു തിക്നെസ് ഡാമേജ് എത്ര ഉണ്ട്, ഈ പ്രൊഡക്റ്റ് ബോഡിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡോക്ടർ നമ്മളെ നോക്കി ലൈക്ക് അനലൈസ് ചെയ്തിട്ടായിരിക്കും ആ മരുന്ന് അതിൻ്റെ അളവിൽ നമുക്ക് തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സ് നമ്മൾ ഒരിക്കലും വാങ്ങിച്ച് തേക്കരുത്. പിന്നെ സെറംസ്, സൺസ്ക്രീൻസ് ഇങ്ങനെ നമുക്ക് നോർമൽ ഒരു ഓൺലൈനിലായാലും വാങ്ങിക്കുക, അല്ലെങ്കിൽ കടയിൽ പേർപ്പിൾ പോലത്തെ കടയിൽ അല്ലെങ്കിൽ നൈക്കാർഡ് ആപ്പിലൊക്കെ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. ലൈക്ക് സെറംസ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ സൺസ്ക്രീൻ 5-6 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ സൺസ്ക്രീനും അല്ലാത്ത സിറോ. ആ സിറോ ഒക്കെ ഇപ്പം ഞാനൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. അപ്പോൾ ഞാൻ വന്ന് പറയും നിങ്ങൾ ഈ സെറോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ്സ്, ഇങ്ങനെയൊക്കെയാണ് പ്രൊഡക്ട്സ്, ഈ ഇൻഗ്രീഡിയൻസ്. എൻ്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഐ എം ഇൻ ഡൂയിങ് എ സ്കിൻ കെയർ പ്രൊമോഷൻ, എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഡു എ റിസർച്ച് ഓൺ ദ പ്രൊഡക്റ്റ് പേഴ്സണലി. ഇത് ട്രസ്റ്റഡ് ആയിട്ടൊരു ബ്രാൻഡാണോ, ട്രസ്റ്റഡ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണോ എന്ന് ഞാൻ റിസർച്ച് ചെയ്യണം ഇത് പ്രൊമോഷൻ ചെയ്യുന്നതിന് മുമ്പ്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഓഡിയൻസിന് ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ കൊടുത്ത് ജെനറ്റിക്കലി നല്ല സ്കിന്നുള്ള ആൾക്കാർ, ഇത് മെയിൻലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനറ്റിക്കലി നല്ല സ്കിന്നുള്ള ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന അപ്പക്കുട്ടൻ ബാസ് സോപ്പ് ഇട്ട് കുളിച്ചാലും ഒന്നും ചെയ്തില്ലെങ്കിലും 2 ദിവസത്തിന് ഹി ഹാസ് അമേസിങ് സ്കിൻ. മുഖത്തൊരു കുരു പോലും ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ അവൻ്റെ മുഖത്ത് വന്ന് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ആനന്ദ്, അവനാണെങ്കിൽ വെയിൽ കൊണ്ട് തെണ്ടി ഞങ്ങളോട് നടന്നാലും ഞങ്ങളെല്ലാം കറുത്താലും അവൻ ചുമന്നിരിക്കും. ചിലപ്പോൾ വീട്ടിൽ കയറി മുഖം ഒന്ന് കഴുകി കഴിഞ്ഞാൽ അവൻ ബാക്ക് ടു ട്രാക്ക്. അവൻ വന്നിട്ട് ഞാൻ കണ്ടു ഇത്രയും വെയിൽ കൊണ്ട് തിരിച്ചു ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എൻ്റെ ടാനൊക്കെ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ അത് വളരെ അൺറിയലിസ്റ്റിക് പ്രൊമോഷനാണ്. മനസ്സിലായോ? ഒരിക്കലും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ജെനറ്റിക്കലി നല്ല സ്കിന്നുള്ള ആൾക്കാരുള്ളത് നമുക്കതുപോലെ ആവണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഇപ്പം ഞാൻ ആനന്ദ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അവൻ അങ്ങനെ റിസൾട്ട് ആയിരിക്കും വരുന്നത്, പക്ഷെ എനിക്ക് ഇങ്ങനെ റിസൾട്ട് ആയിരിക്കും വരുന്നത്. എന്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയാലും അതിൻ്റെ റിസൾട്ട് വരാൻ ഒരു നല്ല സമയമെടുക്കും. ഒരു 2-3 മാസം ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയും ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ പറ്റി അന്വേഷിച്ചിട്ട് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിപ്പോൾ നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ ടെക്സ്ചർ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ പോകേണ്ട, ആ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് സാധനങ്ങളോ ട്രീറ്റ്മെൻറ്റോ എടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ ബ്രൗൺ സ്കിൻ ആൾക്കാർക്ക് ബ്രൗൺ സ്കിൻ മാറി വെളുത്തിട്ട് പാറുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതിൻ്റെ ആവശ്യവും ഇല്ല. വി ആർ ആസ് ബ്യൂട്ടിഫുൾ ആസ് എനി വൺ എൽസ്. പിന്നെ ഗ്ലോ കിട്ടാൻ ഇപ്പോൾ ടാൻ പോകാൻ വേണ്ടി ഗ്ലൂട്ടത്തിയാൻ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെയ്തോ, ട്രീറ്റ്മെൻറ്റ് എടുത്തോ. അതിനിപ്പോൾ എന്താ, ഗ്ലോ ആവട്ടെ. പക്ഷെ നിങ്ങളുടെ കളർ മാറുമെന്ന് വിചാരിച്ച് ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് നല്ല സ്കിൻ, എനിക്കുണ്ടോ ഇത് സ്കിൻ നിറച്ച് കുരുവായി, എനിക്ക് അവിടെ ഇവിടെയൊക്കെ മെലാസ്മ പോലത്തെ പാടുകളുണ്ട്, അപ്പോൾ ഞാൻ ചിലപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, ഓക്കെ. പക്ഷേ എൻ്റെ ഇൻസെക്യൂരിറ്റി കാരണം ഞാൻ ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. എൻ്റെ ഒരു ഫീലിങ്സാണ് ഞാൻ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. നമ്മളെ തന്നെ സ്നേഹിക്കുക. കാരണം വേറെ ആരും നമ്മളെ സ്നേഹിക്കത്തില്ല നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ. മനസ്സിലായോ എൻ്റെ കുട്ടാസ്? ഇത് ഞാൻ പറയാൻ കാരണം ഒത്തിരി പിള്ളേർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്, എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ നെറ്റി ഒരു കളറാണ്, എൻ്റെ മുഖത്ത് ഇവിടെ ഒരു കളറാണ്, എൻ്റെ വായുടെ ഇവിടെ വേറെ കളറാണ്. അപ്പോൾ ഇതൊക്കെ നോർമൽ തന്നെ. എനിക്കും വായുടെ ഇവിടെ വേറെ കളറാണ്, നെറ്റി വേറെ കളറാണ്. ചിലപ്പോൾ ക്യാമറയിൽ അത്രയും ക്യാപ്ചർ ചെയ്യാൻ കാണാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ ആഡ് ചെയ്ത് തരാം, എൻ്റെ ഒറിജിനൽ സ്കിൻ ക്ലോസപ്പ് ഞാൻ ഇത് ആഡ് ചെയ്ത് ഇതിലിടാം, നിങ്ങൾ കണ്ടു നോക്ക്. ചില കളർ മുഖമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, എൻ്റെ കുരുക്കൾ, എൻ്റെ പൊടിമീശ, ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ, ചെറിയ താടികൾ, ഇറ്റ്സ് നോർമൽ ബേബി ഗേൾ. അങ്ങനെ കുരുവും കുത്തും പാടുമുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും. ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ.
അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ, എനിക്ക് പീരിയഡ്സ് ആകുമ്പോൾ ഹോർമോൺസ് കുരു വരും. അതിനത് ഇറ്റ്സ് നോർമൽ ബിക്കോസ് ഐ എം എ വുമൻ ആൻഡ് ദാറ്റ്സ് വാട്ട്. എനിക്ക് അങ്ങനെ എനിക്ക് ഹോർമോൺ സൈക്കിൾ കാരണം എനിക്ക് കുരുവും പാടുകളും വരും. ഞാനൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഞാനൊരു ഫിലിം ആക്ടർ അല്ലേ, ഒരു ഫിലിം ആക്ടറിന് അവർക്ക് കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം കാണും. ഒരു കുരു ഇപ്പം വലിയൊരു ആനക്കുരു വന്നു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഡോക്ടറിന് അടുത്ത് പോയി അത് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യുമായിരിക്കും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. വെറുതെ ഞാൻ എന്തിനാ പൈസ കൊണ്ട് കളയുന്നത്? ഇങ്ങനത്തെ അനാവശ്യമായിട്ട് നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ ബോഡിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ബോധേഡ് ആവാതിരിക്കുക. മനസ്സിലായി? പണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ഹെയറി പേഴ്സണാണ്. ഞാൻ ഒരു കരടിക്കുട്ടിയാണ് ലിറ്ററലി. അപ്പം എനിക്ക് എൻ്റെ കയ്യിലെ രോമം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു. ഇങ്ങനെ ഈ ദിവസം ഇരുന്ന് ഷേവ് ചെയ്യും. ഞാൻ രാവിലെ രാത്രിയും കുളിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഷേവ് ചെയ്യും. കാരണം പിന്നെ കുറ്റി പോലെ വരും. ഇപ്പം ഞാൻ നിർത്തിയതാണ് കൈ ഫുൾ രോമം. ബിക്കോസ് അതെനിക്ക് ഭയങ്കര ടയറിങ്ങാണ്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് നോർമൽ ടു ഹാവ് ഹെയർ ഓൺ മൈ ഹാൻഡ്. എല്ലാ മനുഷ്യനും ഹെയർ ഉണ്ട്. പിന്നെ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ലേസർ ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഓൾസോ ഫൈൻ. ചെയ്യാം, പൈസ ഉണ്ടെങ്കിൽ പോയി ലേസർ ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദാറ്റ് ദിസ് ഈസ് നോർമൽ. ലേസറിങ് ഈസ് ഓൾസോ നോർമൽ. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഇല്ല. നമ്മളതിപ്പം അത് പേഴ്സണലായിട്ട് എടുക്കാതെ എഫക്റ്റ് ചെയ്യേ വേണ്ട. യു ആർ സോ ബ്യൂട്ടിഫുൾ. യു ആർ ബ്യൂട്ടിഫുൾ ആസ് യു ആർ എന്നുള്ള ഒരു അൾട്ടിമേറ്റ് കാര്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ആൻഡ് എവറിത്തിങ് വിൽ ബി ഓക്കെ. വെറുതെ പോയി പൈസ കളയണ്ട. ആൻഡ് ഞാനാണെങ്കിൽ പോലും ഇങ്ങനെ വല്ലതും നിങ്ങളോട് വന്ന് പറയാം, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഞാൻ വെളുത്തിട്ട് പാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് അൺഫോളോ മീ. നിങ്ങൾ എൻ്റെ ഞാൻ പറയുന്നതിന് വിശ്വസിക്കരുത്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ മൈ ബേബീസ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ പറയാൻ കാരണം ഇറ്റ്സ് ബിക്കോസ് ഐ ഹാവ് ബീൻ ത്രൂ ദ സെയിം തിങ്. നിങ്ങളത് അനുഭവിക്കേണ്ട. ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മനസ്സിലാവും. ആൻഡ് ഐ നോ ആൻഡ് ഐ ലവ് യു ഓൾ. എനിക്കിത് പറയണം തോന്നി. ഭയങ്കര ലോങ് ആയെന്ന് എനിക്കറിയാം. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ബൈ.